ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു 5 വോൾട്ട് DC മോട്ടറാണ്. ഇതൊരു 5 വോൾട്ട് അഡാപ്റ്ററാണ്. അതിൻ്റെ വയറ് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പും ഫെവിക്വിക്കും, പിന്നെ ഒരു ഇതുപോലത്തെ മെറ്റലിൻ്റെ ഷീറ്റും ഒരു കാർഡ്ബോർഡും, പിന്നെ ഇതേപോലെ ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിക്ക്. നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡ് പീസിൽ നിന്ന് ആ ഒരു വിങ്ങിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് സെൻട്രലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആ സ്റ്റിക്ക് അവിടെ നിന്ന് സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ 5 വോൾട്ട് DC മോട്ടറും അതിൻ്റെ എൻഡിലായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കണം. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഫ്ലെക്സ് ക്യാനാണ്. ശകലം ഒന്ന് ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു DC മോട്ടറും അവിടെ ഒട്ടിച്ച് വയ്ക്കാം. അതൊട്ടിച്ചതിന് ശേഷം വേറെ കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്ലെയിനിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവിടെ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചാർജിൻ്റെ 2 വയറില്ലേ, റെഡും ബ്ലാക്കും, അത് രണ്ടും നമുക്ക് നമ്മൾ DC മോട്ടറിൻ്റെ 2 എൻഡിലോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലെയിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇൻസുലേഷൻ ടിപ്പ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ആ വയറും പ്ലെയിനും ജസ്റ്റ് സെൻട്രലായിട്ടൊന്ന് ഹാങ് ആയി കിടക്കാൻ വേണ്ടിയാണ്. ഇനി ഇതേപോലെ ഒരു മെറ്റലിൻ്റെ ഷീറ്റ് എടുക്കുക. നമുക്ക് ഈ ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം കത്രി വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിച്ചെടുക്കാം. കണ്ടിക്കാൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞു വന്നോളും. എന്നിട്ട് 4 എൻഡിലെയും കൂർത്തിരിക്കുന്ന ആ എഡ്ജ് നമുക്ക് കത്രി കണ്ടിച്ച് കളയാം. കയ്യേറി മുറിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ എടുത്ത് നമുക്ക് പ്രൊപ്പല്ലറിൻ്റെ ഹോളിൽ കൂടി കയറ്റി നമ്മൾ പഴയ തീർന്ന റീഫില്ലറില്ലേ അതിൻ്റെ ഹോളിൽ കൂടി ജസ്റ്റ് ഇതേപോലെ ഒന്ന് മുറുക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചെറിയ പ്ലെയിനിൽ പ്രൊപ്പല്ലർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊപ്പല്ലർ 2 സൈഡില്ലേ, ആ 2 സൈഡും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ നല്ല കാറ്റ് വരാൻ വേണ്ടിയാണ് ഇതേപോലെ ബെൻഡ് ചെയ്ത് വയ്ക്കുന്നത്. ആ ബെൻഡ് ചെയ്ത പ്രൊപ്പല്ലർ നമുക്ക് നമ്മൾ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് ഇതേപോലെ ഇറക്കി വയ്ക്കാം. ഇറക്കുന്ന സമയത്ത് സ്ഥലം ബെൻഡൊക്കെ വരും, നമ്മൾ പിന്നീട് നിവർത്തി എടുത്താൽ മതി. അപ്പോൾ നമ്മളെ പ്ലെയിൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല രീതിയിൽ കാറ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുഞ്ഞ് പ്ലെയിൻ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് പറപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ പ്ലെയിൻ ഇവിടെ ഹാങ് ആയി കിടപ്പുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കയറ് കെട്ടി അതിൻ്റെ സെൻട്രലിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എക്സ്റ്റൻഷൻ കോഡൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.